ഇന്നലെയും കഴിഞ്ഞ ദിവസം നമ്മൾ ADGP അജിത് കുമാറിനെ കുറിച്ച് 1-2 വീഡിയോസ് ചെയ്തിരുന്നു. അത് അജിത് കുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. DGP ഇന്നലെ അദ്ദേഹത്തിന്റെ നോട്ട് അതായത് SIT റിപ്പോർട്ട് തിരിച്ചയച്ചു എന്ന് പറഞ്ഞപ്പോൾ വലിയ വിവാദം ഉണ്ടാക്കി. ഇതാ അജിത് കുമാർ രക്ഷപ്പെട്ടിരിക്കുന്നു, അജിത് കുമാറിനെ രക്ഷിക്കാൻ ആളുകൾ ഇറങ്ങിയിരിക്കുന്നു, വലിയ വിവാദമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 5 ചോദ്യം അജിത് കുമാറും എന്തോ DGPക്ക് സബ്മിറ്റ് ചെയ്തു. കാരണം അജിത് കുമാറിന്റെ ഒരു പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ പുറത്തു നിന്ന് പറയുന്ന ഒരു സംഭവമല്ല. അജിത് കുമാറിന്റെ ലൈഫിലെ കരിയറിലെ DGP പോസ്റ്റാണ് ഈ നിന്ന് തൂങ്ങുന്നത്. അദ്ദേഹത്തിന് DGP ആവണമെങ്കിൽ ഇനി വളരെ കുറച്ചാലേ സർവീസുള്ളൂ. DGP ആവണമെങ്കിൽ ഇത് വളരെ കൃത്യമായി ക്ലിയറൻസ് കിട്ടണം. ഒരാളുടെ ലൈഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടെയുള്ള DGPമാരായാലും ADGPമാരായാലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുള്ളൂ. അങ്ങനെ 5 അദ്ദേഹവും എന്തോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലൊക്കെ നിരപരാധിയാണ്, അവിടെ ആലപ്പുഴയിൽ നടന്നൊരു പരിപാടിയിൽ ഞാൻ എങ്ങനെയാണ് കക്ഷിയാവുക, ഞാൻ ഇതിനകത്ത് കക്ഷിയല്ല, അതുകൊണ്ട് എന്നെ ഇതിനകത്ത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കാണും. എന്തായാലും 5 ചോദ്യം ചോദിച്ചുകൊണ്ടാണ് താഴേക്ക് DGP 5 ചോദ്യം ചോദിച്ചുകൊണ്ട് SITക്ക് വീണ്ടും ഫയൽ മടക്കിയിരിക്കുകയാണ്. ആ 5 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി വീണ്ടും പുനരന്വേഷണം നടത്താൻ SIT തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നീളും. ആ പുനരന്വേഷണം നടന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. ഇതിനിടയിൽ PV അൻവറും അതുപോലെ തോമസും, ഈ MLA ആലപ്പുഴ MLA തോമസാണ് ഇതിന് തല്ല് കിട്ടിയ ആള്. തോമസിന്റെ കൂട്ടുകാരനും തല്ല് കിട്ടി. അപ്പോൾ തോമസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു. തോമസ് പറഞ്ഞു ബോൺ ക്രിമിനൽ ആണെന്നൊക്കെ പറഞ്ഞ് അജിത്തിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് പക്ഷെ സ്വാഭാവികമായിട്ട് തല്ല് കിട്ടിയ, അല്ലെങ്കിൽ ഈ ഇതിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ ആരോപിക്കുന്ന ആളിനെതിരെ പറയുന്നതായിട്ട് എടുക്കാം നമുക്ക്. അല്ലാതെ നമ്മൾ വളരെ കൃത്യമായി അദ്ദേഹം ബോൺ ക്രിമിനൽ ഒന്നും അല്ലല്ലോ. പക്ഷെ എന്തായാലും അദ്ദേഹം ഉടായിപ്പാണ്, ആഗോള തട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുന്നിടത്ത് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അജിത് കുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. അജിത് കുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവസാനത്തെ തലമുടി നാരിഴ കീറിയും പരിശോധിക്കപ്പെടണം. കാരണം എന്താണ്, അദ്ദേഹത്തിന്റെ DGP പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത് പോലല്ല. ഒരാൾ സിവിൽ സർവീസ് എടുക്കുമ്പോൾ, IPS IAS ഒക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് IPS എടുക്കുന്ന ആളിന് DGP ആയും IAS എടുക്കുന്ന ആളിന് ചീഫ് സെക്രട്ടറിയോ ഏറ്റവും കൂടുതൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടെങ്കിലും റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹം കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തിന് അജിത്തിന്റെ അന്വേഷണം വീണ്ടും നടക്കട്ടെ. DGP വളരെ ക്രിയാത്മകമായിട്ടാണ് ഇത് കാര്യം. പക്ഷേ ഇന്നലത്തെ നമ്മുടെ മാപ്രാസ് എല്ലാം, മാധ്യമപ്രവർത്തകരെല്ലാം ഒന്നടങ്കം ഗവൺമെന്റിനെയും രമേശ് ചെന്നിത്തലയെയും UDFനെയും ഒക്കെ കുറ്റപ്പെടുത്തി. ഇത് പിണറായി വിജയനുമായിട്ടുള്ള ഒത്തുകളിയാണ്, സംഘിയാണ്, കൃസംഘിയാണ്, അപ്പടിയാണ് ഇപ്പടിയാണെന്ന് പറഞ്ഞ് വേണ്ട പോലെ ഉണ്ടാക്കി. ഒരു കാര്യമില്ല. DGP ജെനുവിനായിട്ടുള്ള 5 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് SITയുടെ പുതിയ ചുമതല. അതിനുവേണ്ടി അവർ വീണ്ടും അന്വേഷണം നീട്ടുകയാണ്. ഈ അന്വേഷണം കൂടി നടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകും, ഒരു കൃത്യനിഷ്ഠ ഉണ്ടാകും. ആ കൃത്യനിഷ്ഠയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഇവിടെ കാത്തിരിക്കേണ്ടി വരും. അജിത് കുമാറിന് ഈ വിഷയത്തിൽ പങ്കുണ്ടോ പങ്കില്ലയോ? പങ്കുണ്ടെങ്കിൽ നടപടി വരാൻ സാധ്യതയുണ്ട്, പങ്കില്ലെങ്കിൽ നടപടി ഉണ്ടാവാനും സാധ്യതയില്ല. കാരണം പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട്, താഴെ നിന്ന് വരുന്ന റിപ്പോർട്ട് ഓഫീസർമാർ സമർപ്പിച്ചപ്പോൾ അതിനെ വിളിച്ചു വരുത്തിയും സമർപ്പിച്ചപ്പോഴും തിരുത്താൻ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ റിപ്പോർട്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു ആരോപണമാണ്. അല്ല, തിരുത്തിയിട്ടില്ല, ഇതിൽ പങ്കാളിത്തമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. എന്തായാലും DGP അത് പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പരിശോധിക്കട്ടെ, പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. എന്തായാലും 5 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് DGP റിപ്പോർട്ടിന് വീണ്ടും ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. ആ റീവിസിറ്റ് നടക്കട്ടെ. SITയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണവും മുമ്പോട്ട് നീങ്ങും. അതുകൂടി എടുത്തുകൊണ്ട് ഈ DGP ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ കൃത്യമായി യെസ് ഓർ നോ ആൻസർ കൊടുത്താൽ മാത്രമേ അജിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇത് വളരെ കഷ്ടമാണ്. അജിത്തിന്റെ ഒരാൾ 10-30 വർഷം ഒരു കരിയർ നടത്തിയതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ, ADGP റാങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട പദവിയിലെത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള കരുനിഴൽ പ്രവർത്തനങ്ങൾക്ക് വശംവദനാകുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഓഫീസർമാർ കരുതിയിരിക്കുക. നിങ്ങൾ സൂക്ഷിച്ചു വേണം ഓരോ ഭരണകൂടത്തിൻ്റെ കൂടെയും ആവശ്യത്തിനും അനാവശ്യത്തിനും നിൽക്കാൻ എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷമായി നടന്ന എല്ലാ വിവാദങ്ങളിലും അജിത് കുമാർ IPSന്റെ പേര് എവിടെയെങ്കിലും ഒരറ്റത്ത് കാണും. എത്രയോ ADGPമാരുണ്ട് ഇവിടെ, എത്രയോ DGP റാങ്കിലുള്ളവരുണ്ട്, എത്രയോ ഓഫീസർമാരുണ്ട്, CBIയിലുണ്ട്, വിജിലൻസിലുണ്ട്, ക്രൈംബ്രാഞ്ചിലുണ്ട്, എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്.
എന്നിട്ടും എന്തേ ഒരു അജിത് കുമാറിൻ്റെ പേര് മാത്രം വരുന്നു? ഒന്നുകിൽ അജിത് കുമാറിന് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അജിത് കുമാറിനെ കരുവാക്കുന്നു. അങ്ങനെ കരുവാക്കിയാലും അജിത് കുമാർ നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും ഒരുതരം പൊട്ടത്തരമാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുമോ, DGP റാങ്ക് തെറിക്കുമോ, അല്ലെങ്കിൽ കിട്ടാതിരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ കൃത്യമായ അന്വേഷണമാണ് വീണ്ടും SIT നടത്തുന്നത്. ഷൗക്കത്ത് അലിയെ പോലുള്ള നമ്മുടെ നേരത്തെ ഈ TP ചന്ദ്രശേഖരൻ വധത്തിൽ കണ്ണൂർ ഗ്രാമത്തിൽ പോയി കൊടിസുനി അടക്കമുള്ള ആളുകളെ പൊക്കിയ വളരെ വളരെ കഴിവുള്ള ആളുകളാണ് ഇത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബയാസ് ഉണ്ടാവാൻ സാധ്യതയില്ല. സത്യസന്ധമായി അന്വേഷിക്കട്ടെ. മാത്രമല്ല അന്വേഷിക്കുന്നത് പോലീസ് ഓഫീസർമാർക്കെതിരെയാണ്, ഹയർ ഓഫീസർമാർക്കെതിരെയാണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സുതാര്യമായി നടക്കട്ടെ. അതിൻ്റെ തെളിവുകൾ പുറത്തു വരട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്യാതെ ഒരാളും ശിക്ഷിക്കപ്പെടരുത്.